അപ്പോൾ എല്ലാവർക്കും നമ്മളുടെ സ്റ്റോക്ക് മാർക്കറ്റ് സീരീസിന്റെ സെഷൻ 11ലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ കുറച്ച് ക്ലാസ്സുകളിലായിട്ട് നമ്മൾ എന്താണ് മാർക്കറ്റിനെ പറ്റിയിട്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ, അതായത് ഫൗണ്ടേഷൻസ് അല്ലെങ്കിൽ ബേസിക്സ് എന്ന് വേണമെങ്കിൽ പറയാം അല്ലെ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കിയത്? നമ്മൾ നമ്മുടേതായിട്ടുള്ള ഒരു നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ഡെവലപ്പ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു വെൽ റിസർച്ച്ഡ് പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ ഒരു നല്ല ഒരു പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഒരു ഡയറക്ഷണൽ വ്യൂ ആണ് നമുക്ക് വേണ്ടത് അല്ലെ. ഒന്നെങ്കിൽ ഒരു അപ്വാർഡ് ആയിരിക്കും, അല്ലെങ്കിൽ എന്താണ് സ്റ്റോക്ക് താഴത്തേക്കായിരിക്കും മൂവ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നമ്മുടേതായിട്ടുള്ള റിസർച്ചും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഒരു ഡയറക്ഷണൽ വ്യൂ, അല്ലെങ്കിൽ നമ്മളുടെ ഒരു പോയിന്റ് ഓഫ് വ്യൂ നമ്മൾ ചെയ്തെടുക്കേണ്ടതുണ്ട് അല്ലെ. അപ്പൊ അതിനായിട്ട് ഒരു നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാക്കാനായിട്ട് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫസ്റ്റ് വൺ, ദ പ്രൈസ് അറ്റ് വിച്ച് എ ഗുഡ് പോയിന്റ് ഓഫ് വ്യൂ ഷുഡ് ഹാവ് എ ഡയറക്ഷണൽ വ്യൂ ആൻഡ് ഓൾസോ ഇൻക്ലൂഡ് ദ ഇൻഫർമേഷൻ സച്ച് ആസ് ദ പ്രൈസ് അറ്റ് വിച്ച് വൺ ഷുഡ് ബൈ ആൻഡ് സെൽ സ്റ്റോക്സ് അല്ലെ. അപ്പോൾ നമ്മൾ ഏത് വിലയിൽ നമ്മൾ ഒരു സ്റ്റോക്ക് വാങ്ങിക്കണം, അതുപോലെ തന്നെ ഏത് വിലയിൽ നമ്മൾ വിൽക്കണം അല്ലെ. ഇതൊരു പോയിന്റ് ഓഫ് വ്യൂവിന്റെ ഒരു ഭാഗമാണ്. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിസ്ക് അല്ലെ, നമുക്ക് എത്ര രൂപ നമുക്കതിൽ ലോസ് ചെയ്യാനായിട്ട് പറ്റും അല്ലെ, റിസ്ക് എത്ര എടുക്കാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റിവാർഡ്, നമുക്ക് അതിൽ നിന്ന് എത്ര ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് ഹോൾഡിംഗ് പീരീഡ്, നമ്മൾ എത്ര നാൾ അത് ഹോൾഡ് ചെയ്യണം, അല്ലെങ്കിൽ എത്ര നേരം അത് ഹോൾഡ് ചെയ്യണം അല്ലെ. അപ്പോൾ ഇതൊക്കെയാണ് ഒരു നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന കാര്യങ്ങൾ. അതുപോലെ തന്നെ ഇതൊക്കെ നമുക്ക് ചെയ്യാനായിട്ട് പറ്റിയ ഏറ്റവും നല്ല മെത്തേഡാണ് ടെക്നിക്കൽ അനാലിസിസ് അല്ലെ. ടെക്നിക്കൽ അനാലിസിസ് ഇസ് എ പോപ്പുലർ ടെക്നിക് ദാറ്റ് അലൗസ് യു ടു ഡെവലപ്പ് ജസ്റ്റ് അല്ലെ എ ഗുഡ് പോയിന്റ് ഓഫ് വ്യൂ അല്ലെ. ഒരു നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് മാസ്റ്റർ ചെയ്യണം. അതുപോലെ തന്നെ എന്താണ് ഒരു ട്രേഡ് അല്ലെ, എന്ത് പ്രൈസിൽ നമ്മളൊരു സ്റ്റോക്കിൽ കയറണം, അതുപോലെ തന്നെ എന്ത് പ്രൈസിൽ നമ്മൾ എക്സിറ്റ് ആകണം, എന്തൊക്കെയാണ് റിസ്ക് എടുക്കേണ്ടത്. അപ്പൊ ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ടെക്നിക്കൽ അനാലിസിസിൽ പഠിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ലൈക്ക് ഓൾ സ്റ്റോക്ക് മാർക്കറ്റ് റിസർച്ച് ടെക്നിക്സ്, ടെക്നിക്കൽ അനാലിസിസ് കംസ് വിത്ത് എ ഫ്യൂ അസോസിയേറ്റഡ് കണ്ടീഷൻസ് ആൻഡ് അസംഷൻസ് ആൻഡ് സം ഓഫ് വിച്ച് ഹോവർ ദ ടെക്നോളജി മേക്ക് ഇറ്റ് ഈസി ടു അണ്ടർസ്റ്റാൻഡ് അല്ല. ടെക്നോളജി വന്നതോടുകൂടി നമുക്ക് എല്ലാ കാര്യങ്ങളും സുഖമാണ്. അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ നമുക്ക് ഒരു ചെറിയ കഥയിലേക്ക് പോകാം. ഇമാജിൻ യു ആർ വെക്കേഷനിങ് ഇൻ എ ഫോറിൻ കൺട്രി അല്ലെ. ഇപ്പൊ നിങ്ങൾക്കൊരു വെക്കേഷൻ ഉണ്ട്. ആ ഒരു വെക്കേഷന് നിങ്ങൾ എന്താണ് ഒരു ഫോറിൻ കൺട്രിയിലേക്ക് ട്രിപ്പ് പോവുകയാണ്. ഓക്കെ, അല്ലെങ്കിൽ ഒരു യാത്ര പോവുകയാണ് ഒരു ഫോറിൻ കൺട്രിയിലേക്ക്. അപ്പോൾ ഒരു ഫോറിൻ കൺട്രി ആയതുകൊണ്ട് തന്നെ അവിടെയുള്ള ലാംഗ്വേജ്, അതുപോലെ തന്നെ കൾച്ചർ, അതുപോലെ തന്നെ ഫുഡ് എല്ലാം നിങ്ങൾക്ക് പുതിയതാണ് അല്ലെ. അപ്പൊ നിങ്ങളൊരു ട്രിപ്പ് പോയത് കൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും, അവിടുത്തെ കാര്യങ്ങളെല്ലാം പുതിയതാണ് നിങ്ങൾക്ക്. ഓക്കെ, അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ ആ ഒരു ദിവസം സ്പെൻഡ് ചെയ്തു. ഒരു ദിവസം നിങ്ങൾ സ്പെൻഡ് ചെയ്തു ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ്, അതായത് റെഗുലർ ടൂറിസ്റ്റ് ആക്ടിവിറ്റീസ് ഒക്കെ നിങ്ങൾ പങ്കെടുത്ത ശേഷം വൈകിട്ടായപ്പോൾ നിങ്ങൾക്ക് എന്താണ് നല്ല രീതിയിൽ വിശപ്പുണ്ടാവും അല്ലെ. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യും? ഒരു റെസ്റ്റോറന്റിന് വേണ്ടി, അല്ലെങ്കിൽ ഒരു ഫുഡ് സ്ട്രീറ്റിന് വേണ്ടി അന്വേഷിക്കും. അപ്പൊ നിങ്ങൾ ഒരാളോട് ഒരു ഫുഡ് സ്ട്രീറ്റിനെ പറ്റി അന്വേഷിക്കുകയാണ്. അപ്പൊ ആള് പറഞ്ഞെന്താണ് ഒരു നിയർ ബൈ ഒരു നല്ലൊരു ഫുഡ് സ്ട്രീറ്റ് ഉണ്ട് എന്ന് നിങ്ങൾക്ക് പറയുവാണ്. അപ്പൊ അതുപോലെ തന്നെ ആ ഒരു ഫുഡ് സ്ട്രീറ്റിൽ നല്ല രീതിയിലുള്ള കച്ചവടക്കാരുണ്ട്. ഒരു ഫുഡ് സ്ട്രീറ്റ് ആണ്, അവിടെ എന്താണ് കുറച്ചധികം കച്ചവടക്കാരുണ്ട്. ലെറ്റസ് അസ്യൂം ഇറ്റ് മേ ബി 100+ അല്ലെ, 100-ലധികം കച്ചവടക്കാർ ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ നിങ്ങൾക്ക് എന്താണ് ഏത് കടയിലാണ് നല്ല ഭക്ഷണം എന്നുള്ള ഒരു ക്ലൂ ഉണ്ടാവില്ല അല്ലെ. നല്ല ഫുഡ് പല കടയിലുണ്ട്. അപ്പോൾ ഏത് കടയിലാണ് എന്നുള്ളത് നിങ്ങൾക്ക് നല്ല ഫുഡ് ലഭിക്കുന്നത് എന്നറിയില്ല, 100-ലധികം കച്ചവടക്കാർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ 2 ഓപ്ഷൻ ആണ് ഉള്ളത് അല്ലെ. ഫസ്റ്റ് ഞാൻ ഓപ്ഷൻ 1 എന്ന് ഡിസ്കസ് ചെയ്യാം. യു വിസിറ്റ് എ വെൻഡർ ആൻഡ് ഫിഗർ ഔട്ട് വാട്ട് ദേ ആർ കുക്കിംഗ്, ചെക്ക് ഓൺ ദ ഇൻഗ്രീഡിയൻസ് യൂസ്ഡ്, ഫിഗർ ഔട്ട് ദ കുക്കിംഗ് സ്റ്റൈൽ, taste a bit and determine if you like the food. You repeat the exercise on few vendors, after which you won't most likely eat at a place that satisfies you the most. സിമ്പിൾ ആണ്. നിങ്ങൾ ആ ഒരു വെൻഡർ അല്ലെങ്കിൽ ഒരു കച്ചവടക്കാരനെ വിസിറ്റ് ചെയ്യുന്നു. അവിടെ എന്തൊക്കെ സാധനങ്ങളാണ് കുക്ക് ചെയ്യുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് എന്ന് നോക്കാം. അതുപോലെ തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് അവിടെ ഉപയോഗിക്കുന്നത് നോക്കാം. അവരുടെ കുക്കിംഗ് സ്റ്റൈൽ നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അല്ലെ. അപ്പൊ അങ്ങനെ നിങ്ങൾക്ക് ആ ഒരു ഭക്ഷണം ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഫസ്റ്റ് ഒരു കടയിൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കട ചൂസ് ചെയ്ത് ആ കടയിലും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്ത് നിങ്ങൾക്ക് നോക്കാം അല്ലെ. അപ്പോൾ അങ്ങനെ നിങ്ങൾ അവസാനം എന്താണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ആയിട്ടുള്ള ഒരു പ്ലേസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം.
അല്ലെ? പക്ഷേ ഇവിടെ ഒരു കുഴപ്പമുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ദ അഡ്വാൻറ്റേജ് ഓഫ് ദിസ് ടെക്നിക് ഈസ് ദാറ്റ് യു നോ എക്സാക്ട്ലി വാട്ട് യു ആർ ഈറ്റിംഗ്, അല്ലെ? അപ്പൊ നിങ്ങൾക്ക് എല്ലാം വ്യക്തമായിട്ട് അറിയാം. നിങ്ങൾ എല്ലാ കടയിലും ഇൻഡിവിജ്വലി കയറി ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെ? സിൻസ് യു ഹാവ് റിസർച്ച് ദിസ് ഇൻഡിപെൻഡന്റ്ലി, അല്ലെ? നിങ്ങൾ ഇൻഡിപെൻഡന്റ്ലി ഓരോ കടയിലും പോയി റിസർച്ച് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ടുണ്ട്. ഹൗവർ ഓൺ ദ ഫ്ലിപ്പ് സൈഡ് ദ മെത്തഡോളജി യു അഡാപ്റ്റഡ് ഈസ് നോട്ട് സ്കെയിലബിൾ, അല്ലെ? ഒരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറയാൻ എന്താണ്, ദർ കുഡ് ബി 100 ഔട്ട് ഓഫ് വെൻഡേഴ്സ്, അല്ലെ? 100-ലധികം വെൻഡേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ലിമിറ്റഡ് ടൈമാണ് ഉള്ളത്, അല്ലെ? നിങ്ങൾക്ക് എന്തായാലും ഒരു 4-5 കടകളെ കവർ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഹെൻസ് ദർ ഈസ് എ ഹൈ പ്രോബിലിറ്റി ഓഫ് മിസ്സിംഗ് ഔട്ട് ഓൺ ദ ബെസ്റ്റ് ടേസ്റ്റിംഗ് ഫുഡ് അവൈലബിൾ, അല്ലെ? നിങ്ങൾക്ക് സമയം കുറച്ചായത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് നല്ല ഭക്ഷണം എന്താണ് ചിലപ്പോൾ മിസ്സായേക്കാം, അല്ലെ? അതാണ് ഇതിന്റെ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത്, അല്ലെ? എല്ലാ കടകളും കയറി ചെക്ക് ചെയ്യുക എന്നുള്ളത് പോസിബിൾ അല്ല. പക്ഷെ അത്യാവശ്യം കടകൾ നിങ്ങൾക്ക് കവർ ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ തന്നെ എന്താണ് ദ ഹൈ പ്രോബിലിറ്റി ഓഫ് മിസ്സിങ്, അല്ലെ? നിങ്ങൾക്ക് നല്ല രീതിയിലുള്ള കടകൾ മിസ് ചെയ്യാനായിട്ടുള്ള വളരെയധികം സാധ്യതകൾ ഉണ്ട്. നല്ല രീതിയിൽ ടേസ്റ്റ് ഉള്ള ഫുഡ് ചിലപ്പോൾ വേറെ കടയിലായിരിക്കാം ഉള്ളത്. ഓക്കെ, അപ്പൊ അത് നിങ്ങൾക്ക് മിസ് ഔട്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് ഓപ്ഷൻ 1 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഓപ്ഷൻ 2 ഒന്ന് നോക്കാം. ഓപ്ഷൻ 2 എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾക്കൊരു ഒരു മൂലയിൽ പോയി നിൽക്കാം, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സ്ഥലത്ത് പോയി നിന്നിട്ട് ആൻഡ് ഒബ്സർവ് ഓൾ ദ വെൻഡേഴ്സ് ആൻഡ് യു ട്രൈ ടു ഫൈൻഡ് ഹൂ ഈസ് അട്രാക്ടിങ് മോർ ക്രൗഡ്, അല്ലെ? അപ്പൊ നിങ്ങളൊരു മൂലയ്ക്ക് പോയി നിന്നിട്ട് നോക്കുവാണ് ഏത് കടയിലാണ് കൂടുതൽ തിരക്ക് ഉള്ളതെന്ന് നോക്കുവാണ്, അല്ലെ? അപ്പൊ അങ്ങനെ തിരക്ക് കൂടുതലുള്ള കടയിൽ എന്തായാലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കും എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റും, അല്ലെ? അപ്പൊ യു മേക്ക് എ സിമ്പിൾ അസംഷൻ ദാറ്റ് ദ വെണ്ടർ ഈസ് അട്രാക്ടിങ് സോ മെനി കസ്റ്റമേഴ്സ് വിച്ച് മീൻസ് ദിസ് മസ്റ്റ് ബി ദ ബെസ്റ്റ് ഫുഡ്, അല്ലെ? നല്ല രീതിയിൽ കസ്റ്റമേഴ്സ് കയറുന്ന കട ചെക്ക്ഔട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് ആയിരിക്കും, അല്ലെ? ബേസ്ഡ് ഓൺ ദ അസംഷൻ ആൻഡ് ദ ക്രൗഡ്സ് പ്രിഫറൻസ് യു ഡിസൈഡഡ് ടു ഗോ ടു ദാറ്റ് പെർട്ടിക്കുലർ വെണ്ടർ ഫോർ ഡിന്നർ. ദ ചാൻസസ് ആർ ദാറ്റ് ദിസ് വുഡ് ബി ഈറ്റിംഗ് ദ ബെസ്റ്റ് ടേസ്റ്റിംഗ് ഫുഡ് അവൈലബിൾ ഓൺ ദ സ്ട്രീറ്റ്. അപ്പോൾ ചാൻസ് എന്താണ്, എല്ലാവരും കയറുന്ന ഒരു കടയായതുകൊണ്ട് തന്നെ ചിലപ്പോൾ അതായിരിക്കാം ആ ഒരു സ്ട്രീറ്റിലെ ഏറ്റവും നല്ല ഭക്ഷണം കൊടുക്കുന്ന ഫുഡ്, അല്ലെ? ദ ഡിസഡ്വാൻറ്റേജ് ഓഫ് ദിസ് മെത്തേഡ് ഈസ് സ്കെയിലബിലിറ്റി. യു നീഡ് ടു സ്പോട്ട് ദ വെണ്ടർ വിത്ത് മാക്സിമം നമ്പർ ഓഫ് കസ്റ്റമേഴ്സ് ആൻഡ് bet that it is good based on crowd's preference, അല്ലെ? അപ്പൊ നിങ്ങൾ ക്രൗഡിന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടായിരിക്കും കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, however on the flip side the crowd need not be always be right. അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജ് പറയാനാണെന്നുണ്ടെങ്കിൽ ക്രൗഡ് എപ്പോഴും നല്ല രീതിയിൽ ക്രൗഡഡ് ആണെങ്കിൽ പോലും എന്താണ്, ഒരു ഡിസഡ്വാൻറ്റേജ് പറയാനായിട്ടാണെന്നുണ്ടെങ്കിൽ ക്രൗഡ് എപ്പോഴും റൈറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല, അല്ലെ? ക്രൗഡും ചിലപ്പോൾ തെറ്റിപ്പോകാനായിട്ട് സാധ്യതയുണ്ട്. ഇൻ ദ വേൾഡ് ഓഫ് സ്റ്റോക്ക് മാർക്കറ്റ് ഓപ്ഷൻ 1, അല്ലെ? നമ്മൾ ഓപ്ഷൻ 1 പഠിച്ചു, എല്ലാ കടയിലും കയറി ചെക്ക് ചെയ്ത് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അതാണ് ഫണ്ടമെന്റൽ അനാലിസിസ്. ദാറ്റ് ഈസ് സിമിലർ ടു ഫണ്ടമെന്റൽ അനാലിസിസ്, അല്ലെ? അപ്പൊ അതിനെയാണ് ഫണ്ടമെന്റൽ അനാലിസിസ് എന്ന് പറയുക. അതുപോലെ തന്നെ വേർ യു റിസർച്ച് ഫ്യൂ കമ്പനീസ് thoroughly വി വിൽ എക്സ്പ്ലോർ ദ ഫണ്ടമെന്റൽ അനാലിസിസ് ഇൻ ഡീറ്റെയിൽ ഇൻ അടുത്ത മൊഡ്യൂൾ, അല്ലെങ്കിൽ നെക്സ്റ്റ് മൊഡ്യൂളിൽ നമുക്ക് വ്യക്തമായിട്ട് ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണെന്നുള്ളത് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഓപ്ഷൻ 1 എന്താണ്, ഫണ്ടമെന്റൽ അനാലിസിസ്. അതായത് നിങ്ങൾ കടയിൽ കയറി ടേസ്റ്റ് ചെയ്ത് എല്ലാം റിസർച്ച് ചെയ്ത് സ്വന്തമായിട്ട് ചെയ്യുന്നു. അപ്പൊ അതിനെയാണ് ഫണ്ടമെന്റലി നമ്മൾ റിസർച്ച് ചെയ്യുക എന്ന് പറയുക. ഓപ്ഷൻ 2 ഈസ് സിമിലർ ടു ടെക്നിക്കൽ അനാലിസിസ് വെർ വൺ സ്കാൻ ഫോർ ഓപ്പർച്യൂണിറ്റീസ് ബേസ്ഡ് ഓൺ ദ കറന്റ് ട്രെൻഡ്, അല്ലെ? ഓപ്ഷൻ 2 ആണ് ട്രെൻഡ്, അല്ലെ? കറന്റ് ട്രെൻഡ് അനുസരിച്ചിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണ്. അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ട്രെൻഡ്, അതായത് ഏറ്റവും കൂടുതൽ ക്രൗഡ്സിന്റെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അതുപോലെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് ഇസ് എ റിസർച്ച് ടെക്നിക് ടു ഐഡന്റിഫൈ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ മാർക്കറ്റ് ബേസ്ഡ് ഓൺ ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ആക്ഷൻസ്. The actions of the market participants can be visualized in charts. Over time, the pattern form these charts. Each pattern conveys a certain message. The job of the technical analyst is to identify the patterns and develop a point of view. ഇപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റിസർച്ച് ടെക്നിക്കാണ്. മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് എപ്പോഴും വരാറുണ്ട്. അത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ബിഹേവിയർ അല്ലെങ്കിൽ അവരുടെ പ്രിഫറൻസ് അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്. മാർക്കറ്റ് പാർട്ടിസിപ്പൻസിൽ പല രീതിയിലുള്ള പാർട്ടിസിപ്പൻസ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന്റെ ആക്ഷൻസ് എന്താണ് നമുക്ക് ചാർട്ട്സിൽ കാണാൻ പറ്റും, മാർക്കറ്റ് സ്റ്റോക്ക് ചാർട്ട്സിൽ കാണാൻ പറ്റും. ചാർട്ട് എന്താണെന്നൊക്കെ നമുക്ക് വ്യക്തമായിട്ട് പഠിക്കാം. അതുപോലെ തന്നെ ഇത് ടെക്നിക്കൽ അനാലിസ്റ്റിന്റെ ഒരു ജോബ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പാറ്റേൺസും കാര്യങ്ങളൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ട് അയാളുടേതായിട്ടുള്ള ഒരു നല്ലൊരു പോയിന്റ് ഓഫ് വ്യൂ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ടെക്നിക്കൽ അനാലിസിസും അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസും തമ്മിൽ നമുക്ക് പറയാനായിട്ടുള്ളത്. ഒരു ബേസിക്കലി ഇത് പറയാനായിട്ടുള്ളത്. അടുത്ത മൊഡ്യൂളിൽ നമ്മൾ ഇച്ചിരി ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതാണ്. അപ്പോൾ ടെക്നിക്കൽ അനാലിസിസ് എന്താണ്, അതുപോലെ തന്നെ ഫണ്ടമെന്റൽ അനാലിസിസ് എന്താണ് എന്നുള്ളത് ചെറിയ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ അതുകൂടി ചർച്ച ചെയ്യാം. ഓക്കെ.